ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി4ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പേപ്പർ ബാഗ് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ന്യൂസ് പേപ്പർ കൊണ്ടും ചാർട്ട് പേപ്പർ കൊണ്ടും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ചാർട്ട് പേപ്പറിൻ്റെ പകുതി പീസാണ്. അതിനുശേഷം 4 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് നമ്മൾ ഇതുപോലെ മടക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ മടക്കണം. 4 സെൻറ്റിമീറ്റർ ഉള്ളോട്ട്. ഈ മടക്കുന്ന ഭാഗമെല്ലാം തന്നെ നമ്മൾ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കണം. മറുവശം ആ മടക്കിയതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഇതുപോലെ വെക്കണം. 1 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. നമ്മൾ മടക്കുന്ന എല്ലാ ഭാഗങ്ങളും നല്ല ഷാർപ്പാക്കി കൊടുക്കണം. എന്നാലേ ഉള്ളൂ നമ്മളുടെ പേപ്പർ ബാഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നല്ലവണ്ണം പശ തേച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇത് ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രൂപത്തിൽ തന്നെ ഇത് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിവശത്ത് നിന്നും ഒരു 10 സെൻറ്റിമീറ്ററിൽ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ അത് ഇതുപോലെ ഉള്ളോട്ട് മടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മടക്കുന്ന ഭാഗങ്ങളെല്ലാം ഷാർപ്പാക്കി കൊടുക്കണം. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഉള്ളോട്ട് മടക്കി വെക്കണം. ഇതുപോലെ ഉള്ളോട്ട് നമ്മൾ 2 ഭാഗവും മടക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ മടക്കി വെക്കുക. നമുക്ക് ആ മടക്കിയ ഭാഗം നമുക്കൊന്ന് പശയിട്ട് അങ്ങോട്ട് മടക്കി നല്ല രൂപത്തിൽ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നല്ല രൂപത്തിൽ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം മറുവശവും ഇതുപോലെ ഇപ്രകാരം തന്നെ മറുവശവും നമ്മൾ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രൂപത്തിൽ തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ അത് റെഡിയാക്കിക്കൊണ്ട് ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക. ആ ഭാഗം താഴത്തെ ഭാഗം റെഡിയാക്കിയതിന് ശേഷം 2 ഭാഗവും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കണം. മടക്കിയതെല്ലാം തന്നെ നല്ല ഷാർപ്പാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് നൂർത്തി നോക്കാം, തുറന്ന് നോക്കാം. നമ്മളുടെ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നൂർത്തിയെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ എഡ്ജുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാകും. അത് നമ്മൾ ഇതുപോലെ പുറത്തേക്കാക്കിക്കൊണ്ട് മടക്കിയെടുക്കണം. ഈ 2 എഡ്ജുകളും നമ്മൾ പുറത്തേക്കാക്കിക്കൊണ്ട് മടക്കിയെടുക്കണം. സെൻറ്റർ നമ്മൾ ഉള്ളോട്ടാക്കി മടക്കുകയുമാണ്. ഇതുപോലെ 2 ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പുറത്തേക്കുള്ള ആ എഡ്ജുകൾ രണ്ടും പുറത്തേക്ക് ഇതുപോലെ നല്ല ഷാർപ്പാക്കിക്കൊണ്ട് മടക്കിയെടുക്കുക. അതുപോലെ നടുക്ക് പുറത്തേക്ക് തള്ളിക്കെടുക്കുന്ന അത് നമ്മൾ ഉള്ളോട്ടാക്കി മടക്കുകയും ചെയ്യുക. എന്നാലേ ഉള്ളൂ നമ്മളുടെ പേപ്പർ ബാഗിൻ്റെ ആ രൂപം നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ ഉള്ളോട്ട് മടക്കുക. അപ്പോൾ നമ്മളുടെ പേപ്പർ ബാഗ് ഇവിടെ ഏകദേശം എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാകും നമ്മളുടെ പേപ്പർ ബാഗിൻ്റെ അതേ സെയിം രൂപം തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കയറ് വെച്ച് കൊടുക്കണം. നമ്മളുടെ പേപ്പർ ബാഗിൻ്റെ അതേ കോലമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇതാ കാണാൻ അതേ പേപ്പർ ബാഗ് തന്നെ. ഇനി നമുക്ക് ഇതിനൊരു കയറ് വെച്ച് കൊടുക്കണം, ഒരു ചരട് ഇത് തൂക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇതുപോലത്തെ ഒരു പെന്നെടുത്ത് ഇതുപോലെ 2 ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ചരടോ കയറോ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ പേപ്പർ ബാഗിന് നമ്മൾ കയറിട്ട് കഴിഞ്ഞു. ഇനി ന്യൂസ് പേപ്പറിനോട് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ന്യൂസ് പേപ്പറിനോട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ന്യൂസ് പേപ്പറിന് കട്ടി കുറവായതുകൊണ്ട് നമ്മൾ ഇതുപോലെ പശ തേച്ചതിന് ശേഷം മറുവശം ഇതിൻ്റെ മുകളിലേക്കിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നേരത്തെ ഉണ്ടാക്കിയ അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പേപ്പർ ബാഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം.